ചിറങ്ങരയിൽ പല സ്ഥലങ്ങളിലും പുലിയെ കണ്ടെന്ന അഭ്യൂഹം പരക്കുന്നതിനിടെ വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കി. രണ്ടാം ഘട്ടമെന്ന നിലയിൽ പുലിയെ കണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഡ്രോൺ പറത്തി നിരീക്ഷണം നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ ചങ്ങലയിട്ട് പൂട്ടിയ നായയെ പുലി പിടിച്ച ഭാഗത്തെ ചെറുതും വലുതുമായ കാടുകൾ കേന്ദ്രീകരിച്ചാണ് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയത്. പുലിയെ കണ്ടതിന് സമീപമുള്ള 3 വാർഡുകളിലെ 15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഡ്രോൺ നിരീക്ഷണവും നടത്തിയത്. വൈഗ ത്രെഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. പുലിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച 5 ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ക്യാമറ ദൃശ്യങ്ങളിൽ പുലി പതിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വനംവകുപ്പ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. എന്നാൽ ചിറങ്ങരയിലെ ചില ഭാഗങ്ങളിൽ കണ്ട പാദം പുലിയുടേതാണെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രി വാഴച്ചാൽ റെസിഡൻസ് അസോസിയേഷന്റെ ക്യാമറയിൽ പതിഞ്ഞ പുലിയെന്ന് നാട്ടുകാർ സംശയിച്ച ജീവി നായയാണെന്ന വനംവകുപ്പ് പരിശോധനയിൽ തെളിഞ്ഞു. ഇതിനു പുറമെ കൊരട്ടി മഠംകുളം ഭാഗത്ത് കണ്ടെന്ന് പറയുന്ന പാദവും നായയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എക്സ്പെർട്ട് കമ്മിറ്റിയിൽ എല്ലാവരും ഇവിടെ നമ്മുടെ സൈറ്റ് വന്ന് സന്ദർശിച്ചു. അപ്പൊ അതിനുശേഷം അവർ റിപ്പോർട്ട് നമ്മൾ ഹൈറപ്സിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് എവിടെയാണ് കൂട് വെക്കേണ്ടത്, എങ്ങനെയാണ് കൂട് വെക്കേണ്ടത്, അങ്ങനെയുള്ള കുറെ ടെക്നിക്കാലിറ്റീസ് അവരാണ് നമുക്ക് ഗൈഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ CCTV ഫുട്ടേജസ് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഡ്രോൺ പറത്തി നമ്മൾ ഏരിയ നോക്കാൻ ഒബ്സർവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൽ എന്തിലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ടൈഗർ ലെപ്പേർഡിന്റെ പ്രസൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലോട്ട് മുന്നോട്ട് പോകാം. ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാനാണ് പ്ലാൻ. പോലീസ് സാന്നിധ്യം ഏതായാലും സ്ഥിരീകരിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കൂട് സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അടക്കാൻ കഴിയും? അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് അവര് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു തീരുമാനം വന്നതിന് ശേഷമേ നമുക്ക് അവരുടെ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ പുലിയുടെ കൂട് വെക്കാൻ പറ്റുള്ളൂ. അവരുടെയാണ് ലാസ്റ്റ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ആ ഡിസിഷൻ അനുസരിച്ചിട്ട് കൂട് വെക്കാൻ പറ്റുള്ളൂ. അത് ഇതുവരെ വന്നിട്ടില്ല. ആശങ്കയിലായ പ്രദേശവാസികൾക്കും നാട്ടുകാർക്കൊക്കെ പൊതുവായി ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എന്താണ്? ഇന്നലെ നമ്മളെല്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊടുത്ത് നമ്മൾ ഓൾറെഡി വാർണിംഗ്സ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക റൈറ്റപ്പ് പോലെ കൊടുത്തിരുന്നു. ഇവരെല്ലാവരും വാട്സാപ്പിലൊക്കെ അത് ഷെയർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഈ സമയക്രമമാണ് കൂടുതൽ അതിൽ നമ്മൾ പാലിക്കേണ്ടത്. ഏർലി മോർണിംഗ്, ലേറ്റ് ഈവനിങ് നമ്മൾ ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഈ ഒറ്റയ്ക്കുള്ള സന്ദേശം മീൻസ് നമ്മുടെ വിസിറ്റ് എവിടെ വേണമെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പോവാതിരിക്കുക. പിന്നെ പുലിയെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. പിന്നെ പുലിയെ കണ്ടാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അറിയിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട്. ഡ്രോൺ പരിശോധന ഇപ്പൊ നമ്മുടെ ഒരു പ്രൈമറി ലെവലിലാണ് നമ്മളിപ്പോ നടത്തുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് വേണമെങ്കിൽ നാളെയും നടത്താം. 5 ക്യാമറകൾ ഇതിനോടകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും പുലിയെ ട്രാപ്പ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ 2ാമത്തെ ദിവസമാണ് ക്യാമറ ട്രാപ്പ് സെറ്റ് ചെയ്തിട്ട്. പക്ഷെ ഇതുവരെ നമുക്ക് പുലിയുടെ സാന്നിധ്യം ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് അല്ലാതെ പഗ് മാർക്സ് വേറെ സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്.